ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആചാര്യ അക്കാഡമിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് HSST കമ്പ്യൂട്ടർ സയൻസിൻ്റെ സിലബസ് ആണ്. 2022 നോട്ടിഫിക്കേഷൻ വന്ന് 2023 നടന്നിട്ടുള്ള HSST കമ്പ്യൂട്ടർ സയൻസ് NCA, ദാറ്റ് ഇസ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സിലബസ് തന്നെയാണ് 2024 ഓഗസ്റ്റ് മന്ത് നടക്കാൻ പോകുന്ന HSST കമ്പ്യൂട്ടർ സയൻസിൻ്റെയും. ഓക്കെ, ആ സിലബസിൽ യാതൊരുവിധ ചേഞ്ചസും വന്നിട്ടില്ല. അവസാനം HSST നടന്നിട്ടുള്ള 2017 ഓക്കെ, 2017. അപ്പോൾ ഈ 2017 നടന്ന HSST എക്സാമിൻ്റെ സിലബസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ജനറൽ നോളേജിൻ്റെ പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ മാത്തമാറ്റിക്സ് എന്നൊരു പോർഷൻ ഇവിടെ പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ 100 മാർക്കിനാണ് ചോദ്യങ്ങൾ വരുന്നത്. 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, 100 മാർക്കിന് 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ആ സിലബസ് ഒന്ന് നോക്കാം. 100 മാർക്കിൻ്റെ 100 ചോദ്യങ്ങൾ ഇവിടെ മോഡ്യൂൾസ് 6 മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ആണ്. 16 മാർക്കിനാണ് മാത്തമാറ്റിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. മോഡ്യൂൾ 2 കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ, മോഡ്യൂൾ 3 പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് ഡാറ്റാബേസ്, മോഡ്യൂൾ 4 തിയററ്റിക്കൽ കമ്പ്യൂട്ടർ സയൻസ്, മോഡ്യൂൾ 5 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഇത്രയും മോഡ്യൂളിൽ നിന്ന് ഓരോ മോഡ്യൂളും 16 മാർക്ക് വീതം, ടോട്ടൽ 80 മാർക്കാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ദെൻ ലാസ്റ്റ് വരുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി. അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് മാത്രമായിട്ട് 20 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ മോഡ്യൂളിൽ നമുക്ക് സബ് ടോപ്പിക്കുകൾ നോക്കാം. ഫസ്റ്റ് മാത്തമാറ്റിക്സിൽ 16 മാർക്ക്, ടോട്ടൽ 16 മാർക്കിന് വരുന്ന സെക്ഷൻസ് എന്ന് പറയുന്നത് ലീനിയർ ഓൾജിബ്ര, ബേസിക്സ് ഓഫ് മാത്തമാറ്റിക്കൽ ലോജിക്, കൗണ്ടിങ് തിയറി, സെറ്റ് തിയറി ആൻഡ് സെറ്റ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, ഓൾജിബ്രിക് സ്ട്രക്ചർ, ഗ്രാഫ് തിയറി. ഓക്കെ, അപ്പോൾ ഇത്രയും സെക്ഷൻസ് ആണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ടോട്ടൽ 16 മാർക്കിനാണ് ഈ മാത്തമാറ്റിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. നെക്സ്റ്റ് മോഡ്യൂൾ 2 കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ. ഇവിടെ ഡിജിറ്റൽ ലോജിക്കും കമ്പ്യൂട്ടർ ഓർഗനൈസേഷനാണ് പഠിക്കാനുള്ളത്. ടോട്ടൽ 16 മാർക്കാണ്. അപ്പോൾ ഈ ഓരോ സെക്ഷനിൽ നിന്നും 8 മാർക്ക് വീതം നമുക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് വരുന്നത് മോഡ്യൂൾ 3 പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് ഡാറ്റാബേസ് ആണ്. ടോട്ടൽ 16 മാർക്കിനാണ്. അപ്പോൾ അതിൽ C പ്രോഗ്രാമിംഗ്, പിന്നെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റുകൾ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കോൺസെപ്റ്റ്, ഡാറ്റാബേസ് എന്നീ പോർഷനിൽ നിന്ന് ടോട്ടൽ 16 മാർക്കിനാണ്. അപ്പോൾ ഓരോ സെക്ഷനിൽ നിന്ന് നമുക്ക് 4 മാർക്ക് വീതം പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് വരുന്നത് മോഡ്യൂൾ 4 ആണ്, തിയററ്റിക്കൽ കമ്പ്യൂട്ടർ സയൻസ്. ഇവിടെ നിന്ന് ടോട്ടൽ 16 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഡാറ്റാ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതം, അനാലിസിസ് ആൻഡ് ഡിസൈൻ ഓഫ് അൽഗോരിതം, തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ TOC, ദെൻ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ എന്നീ സെക്ഷൻസായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സെക്ഷനിൽ നിന്ന് നമുക്ക് 4 മാർക്ക് വീതം പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് വരുന്നത് മോഡ്യൂൾ 5 ആണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഇതിൽ ടോട്ടൽ 16 മാർക്കാണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് 8 മാർക്കും കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ നിന്ന് 8 മാർക്ക് എന്നിങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് വരുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ആണ്. ടോട്ടൽ 20 മാർക്കിനാണ്. അപ്പോൾ ഇതിന് 3 മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് വെബ് ടെക്നോളജി ആണ്. ഇവിടെ നിന്ന് 8 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതിൽ HTML പിന്നെ വെബ് സർവീസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് IT സെക്യൂരിറ്റി ആണ്. അപ്പോൾ സെക്യൂരിറ്റിൻ്റെ ബേസിക് കോൺസെപ്റ്റുകൾ, ക്രിപ്റ്റോഗ്രഫി, പിന്നെ ടൂൾസ് ഫോർ സെക്യൂരിറ്റി എന്നിവയാണ്. 7 മാർക്കാണ് ഈ ഒരു സെക്ഷനിൽ നിന്ന് ചോദിക്കുന്നത്. നെക്സ്റ്റ് അടുത്ത് വരുന്നത് മോഡ്യൂൾ 3 ആണ്. മോഡ്യൂൾ 3ൽ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റവും അതുപോലെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ്. അപ്പോൾ ഇതിൽ ഓരോന്നും ടോട്ടൽ മാർക്ക് വരുന്നത് 5 മാർക്കിനാണ്. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റംസും അതുപോലെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും. അപ്പോൾ ഇതാണ് നമ്മുടെ HSST 2024 ഓഗസ്റ്റ് മന്തിൽ നടക്കാൻ പോകുന്ന സിലബസ് എന്ന് പറയുന്നത്, എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. അതുപോലെ HSST കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഏറ്റവും പുതിയ ബാച്ച്, 9th ബാച്ച് നമ്മൾ ആചാര്യ അക്കാഡമിയിൽ ആരംഭിക്കുന്നുണ്ട്. ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആചാര്യ അക്കാഡമി ആപ്പ് വഴിയുള്ള റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ, PDF സ്റ്റഡി മെറ്റീരിയൽസ്, അതുപോലെ ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ, മോഡൽ എക്സാംസ് എന്നിവയെല്ലാം അവൈലബിൾ ആയിരിക്കും. ഫീസ് വളരെ കുറവാണ്. ഒരു പേഴ്സണൽ മെൻറ്ററിൻ്റെ സഹായത്തോടെ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാനോടുകൂടി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനെയും അതുപോലെ നമ്മുടെ പുതിയ സിലബസിനെയും അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ്സുകളായിരിക്കും. ഓക്കെ, ഇപ്പോൾ ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പിലൂടെ മെസ്സേജ് വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക്